ലോകത്തിലെ ഏറ്റവും വലിയ പോലീസ് അല്ലെങ്കിൽ ലോക പോലീസ് എന്നറിയപ്പെടുന്ന അമേരിക്ക ഇപ്പോഴും 1945 രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുന്നു. പിന്നീട് 1945 UN നിലവിൽ വരുന്നു. 2 ലോക മഹായുദ്ധങ്ങൾ കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ശീതയുദ്ധം നടക്കുന്നു. USSRും അമേരിക്കയും നേരിട്ട് ഒരു പോർ യുദ്ധത്തിലൂടെ ഇറങ്ങിയിട്ടില്ലെങ്കിലും ഒരു എന്താ പറയുക ശീതയുദ്ധം എന്നുള്ള നിലക്ക് യുദ്ധം പരസ്യമായിട്ട് കാണാൻ പറ്റുന്നില്ലെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ അത് സാമ്പത്തികപരമായിട്ടും വാണിജ്യപരമായിട്ടെല്ലാം യുദ്ധങ്ങൾ നടന്നിരുന്നു. അതിനുശേഷം ഒരുപാട് പ്രശ്നങ്ങൾ നടന്നു. പക്ഷേ USSR പിന്നീട് പല വിധേന തകർന്ന് തരിപ്പണമായി പോയി, പല രാജ്യങ്ങളായി സ്പ്ലിറ്റായി പോയി. അങ്ങനെ പല ഒട്ടോമൻ സാമ്രാജ്യം തളർന്നു പോയി, ഇല്ലാണ്ടായി. അങ്ങനെ പശ്ചിമേഷ്യ വ്യത്യസ്ത രാജ്യങ്ങളായി മാറി. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും ലോക പോലീസ് 1776 സ്വാതന്ത്ര്യം കിട്ടിയ അമേരിക്ക ഇപ്പോഴും 2026 എത്തുമ്പോഴും ഏകദേശം 200 വർഷത്തോളം എത്തുമ്പോഴും അവരുടെ ഒരു ആധിപത്യം ഇന്നും അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യാവസ്ഥ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആണവായുധമുള്ള രാജ്യങ്ങളിൽ 2 ഒന്ന് റഷ്യയും മറ്റൊന്ന് അമേരിക്കയുമാണ്. ഇപ്പോൾ ചൈനയും ഉണ്ട്. പക്ഷേ ചൈനയ്ക്കൊക്കെ ലിമിറ്റഡ് ഉണ്ട്. ഇപ്പം ഏകദേശം ആദ്യമായിട്ട് ഈ സാധനങ്ങൾ അണുവായുധം ചുരുക്കണം എന്ന് പറയുമ്പം അമേരിക്കയുടെ കയ്യിൽ അന്ന് മാത്രം ഏകദേശം 5000-ഓളം ആണവായുധങ്ങൾ ഉണ്ടെന്ന് അറിയപ്പെടുന്നു. പിന്നീട് അത് UN അടക്കം ഇടപെട്ടുകൊണ്ട് ചുരുക്കി ഏകദേശം 1000-ൻ്റെയും 1500-ൻ്റെ ഇടയിലുള്ള ഒരു എമൗണ്ട് അണുവായുധങ്ങൾ ഇപ്പോൾ അമേരിക്കയുടെ കയ്യിലുള്ള എന്ന് പറയപ്പെടുന്നു. പക്ഷേ അത് എത്രത്തോളം സത്യമാണെന്നറിയില്ല. പ്രത്യക്ഷമായിട്ട് പറയുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ UN പറഞ്ഞത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ചുരുക്കും എന്ന് പറയുമ്പോൾ പോലും അതിൻ്റെ സത്യാവസ്ഥ ആർക്കും ലോകത്ത് ഒരു രാജ്യങ്ങൾക്കും അറിയപ്പെടാൻ പറ്റാത്ത അല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റാവുന്നതിനും അപ്പുറത്തുള്ള അണുവായുധം ഇപ്പോഴും റഷ്യയുടെയും അമേരിക്കയുടെയും കയ്യിലുണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. ഇപ്പോൾ കാലം ഇത്രയേറെ കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് അമേരിക്കയുടെ ഒരു മൊണോപ്പൊളി ലോക പോലീസ് എന്നുള്ള അവരുടെ പദവി ഇപ്പോഴും വിട്ടുപോകാത്തത്? ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ രാജ്യത്തും കൃത്യമായി സ്വാധീനം ചെലുത്താൻ കഴിവുള്ള ഒരേ ഒരു രാജ്യം അത് ഇപ്പോഴും നിൽക്കുന്നത് അമേരിക്ക മാത്രമാണ്. ഈവൻ അമേരിക്കയുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ശത്രു അത് റഷ്യയല്ല, ഇപ്പോഴത്തെ ഏറ്റവും വലിയ ശത്രു അത് ചൈനയാണ്. ആ ചൈനയെ പോലും വരുതിക്ക് നിർത്താൻ അമേരിക്കയ്ക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അത് അവരെ സാമ്പത്തികമായിട്ടാണെങ്കിൽ വെനസ്വേല പിടിച്ച് കീഴടക്കുന്നു. കാരണം 80% വെനസ്വേലയിൽ നിന്നും ക്രൂഡ് ഓയിലുകൾ പോകുന്നത് ചൈനയിലോട്ടാണ്. കൃത്യമായി ചൈനയെ അവിടെ ബ്ലോക്ക് ചെയ്തിരുന്നു. അതിനുശേഷം പിന്നീട് ഏറ്റവും കൂടുതൽ പോകുന്നത് ഇറാനിൽ നിന്നാണ്. ഇറാനും അവിടെ പോയിട്ട് പ്രശ്നം ഉണ്ടാകുന്നു. അപ്പം എല്ലാ തരത്തിലും ഇത്തരത്തിൽ നേരിട്ടൊരു യുദ്ധം അല്ലെങ്കിൽ പോലും ചൈനയെ വരുത്തിക്ക് നിർത്താൻ അമേരിക്കയ്ക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പം എന്തുകൊണ്ടാണ് ഇപ്പോഴും അമേരിക്ക അവരുടെ ഒരു ഹെജിമണി അല്ലെങ്കിൽ അവരുടെ മൊണോപ്പൊളി ലോകരാഷ്ട്രീയത്തിൽ ഇപ്പോഴും കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് മറ്റു രാജ്യങ്ങൾക്ക് അതിലോട്ട് ഉയർന്നു വരാൻ പറ്റാത്തത്? അങ്ങനെയാണ് സാർ ഈ വിഷയത്തെ കാണുന്നത്. ഞാൻ ഈ വിഷയത്തെ ആദ്യം കാണുന്നത് അമേരിക്കയുടെ ഇൻഹറൻറ്റ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിലുള്ള അവരുടെ വിശ്വാസം വലിയ കാര്യമാണ്. എന്തെല്ലാം ഉണ്ടെങ്കിലും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് അഭയാർത്ഥികളായിട്ടൊക്കെ ചെല്ലുന്നവരെ കാര്യമായി സ്വീകരിച്ചിരുന്ന ഒരു രാജ്യം അമേരിക്കയാണ്. അമേരിക്കയിലേക്ക് ടാലൻറ്റ് ലോകരാജ്യങ്ങളെ പല ഭാഗത്തുള്ള ടാലൻറ്റ് അമേരിക്കയിലേക്ക് എത്തുക. അമേരിക്കക്കാരുടെ മാത്രം ബുദ്ധിയും കഴിവൊന്നുമല്ല. അത് അങ്ങനെയാണ് ഇസ്രായേലിനോട് പോലും അവർ കടപ്പെട്ടിരിക്കുന്നത്. അതിനുശേഷം പക്ഷേ നമുക്ക് കാണുന്ന അത്ഭുതം എന്ന് പറയുന്നത് അമേരിക്ക ലോകത്തിൻ്റെ മിക്ക ഭാഗങ്ങളിലും പോയി യുദ്ധം ചെയ്യാൻ പോയിട്ടുണ്ട്. പല രാജ്യങ്ങളിലും പല മേഖലകളിലും പോയി യുദ്ധം ചെയ്തിട്ടുണ്ട്. ചിലതിലൊക്കെ വിയറ്റ്നാം പോലെ ചില സ്ഥലങ്ങളിൽ തിരിച്ചടി നേരിട്ടിട്ടുണ്ട്. എന്നാൽ പോലും അമേരിക്കയുടെ ഉള്ളിൽ ഒരു ആർമി ഒരു സൈനിക നീക്കം നടത്താൻ ഇന്ന് വരെ ലോകത്തിൽ ഒരു രാഷ്ട്രത്തിന് സാധിച്ചില്ല. ഇന്ന് വരെ. സമയം പേൾ ഹാർബറിൽ ബോംബിടാൻ ആർക്ക് പറ്റി? ജപ്പാന് പറ്റി. അമേരിക്കയ്ക്കകത്ത് ന്യൂയോർക്കിലോ വാഷിങ്ടണിലോ അല്ലെങ്കിൽ കാലിഫോർണിയയിലോ എവിടെയെങ്കിലും പോയി ഒരു സൈനിക നീക്കം നടത്താൻ അമേരിക്കൻ ബൗണ്ടറി കുറേ ടാങ്കുകളും പട്ടാളക്കാർ ആർമി ഉപയോഗിച്ച് ക്രോസ് ചെയ്യാൻ ഇതുവരെ ആർക്കും പറ്റിയിട്ടില്ല. ജർമ്മനിക്ക് പോലും തെക്കൻ വെള്ളം പറ്റിയിട്ടില്ല. അത് ശക്തിയുടെ കാര്യത്തിൽ അമേരിക്കയ്ക്ക് ഒരു അപ്രമാദിത്വം കിട്ടി. ആ ശക്തി ഒരു ബ്രൂട്ടൽ ശക്തിയായിട്ട് അവർ വളർത്തി. അങ്ങനെ ശക്തിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ലോകത്തെ ഏറ്റവും സൂര്യനസ്തമിക്കാത്ത രാജ്യം എന്നറിയപ്പെടുന്നത് ബ്രിട്ടനായിരുന്നു. അത് കോളനിയാണ്. അവർ കീഴടക്കാത്ത രാജ്യങ്ങളുണ്ടായിരുന്നില്ല. ആ രാജ്യങ്ങൾ പിന്നീട് അവർ കോളനിയാക്കി വൽക്കരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്ത്യയിലോട്ട് ഈ പറഞ്ഞ പോലെ 1498 ആദ്യം ഈ പറഞ്ഞ പോലെ പോർച്ചുഗീസ് വരുന്നത്, പിന്നീട് ഡച്ച് വരുന്നു, ഫ്രഞ്ച് വരുന്നു. 1600 തുടക്ക കാലഘട്ടം എത്തുമ്പോൾ ഈ പറഞ്ഞ പോലെ ബ്രിട്ടീഷുകാർ ഏറ്റവും അവസാനം അവരാണ് വരുന്നത്. പിന്നീട് അങ്ങോട്ട് അവരുടെ ഒരു മൊണോപ്പൊളി ആയിരുന്നു ഇന്ത്യയിലുണ്ടായിരുന്നത്. അപ്പം ലോകത്തെ ഏത് രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞാലും അവിടെ വന്ന് കച്ചവടക്കാരെ വന്ന് പിന്നീട് അതൊരു കോളനി വൽക്കരിച്ച് അവരുടെ കൺട്രോളിലാക്കി നിർത്തുക എന്നുള്ള തന്ത്രം എപ്പോഴും കിട്ടി. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴും വരേണ്ടത് അല്ലെങ്കിൽ ഇപ്പോഴും ലോകത്തിൻ്റെ എന്താ പറയുക രാജാവായി സൂര്യനസ്തമിക്കാത്ത. പക്ഷേ കോളനിവൽക്കരണം വഴി ഒരു രാജ്യത്തെ അടക്കി ഭരിക്കാൻ അമേരിക്ക നോക്കിയിട്ടില്ല. ഒരു അമേരിക്കയുടെ ഒരു കോളനി പറയാം. അലാസ്ക അങ്ങനെയുള്ള ചെറിയ രാജ്യങ്ങളല്ലാതെ. അലാസ്ക പിന്നെ അന്നാ മറ്റേ സാമ്പത്തിക പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ റഷ്യ കാശ് കൊടുത്ത് അമേരിക്ക കാശ് കൊടുത്ത് മേടിച്ച ഒത്തിരി സ്ഥലങ്ങളുണ്ട്.
ഇവിടെ നമ്മൾ സംസാരിച്ച് കഴിയുമ്പോൾ ഇന്ന് അമേരിക്ക എന്തുകൊണ്ട് നിലനിൽക്കുന്നു എന്ന് ചോദിച്ചാൽ പ്രധാനപ്പെട്ടത് അവരുടെ ഫോറിൻ പോളിസി സ്ട്രാറ്റജിയും അവരുടെ ഡിഫൻസ് പോളിസി ആണ്. ഫോറിൻ പോളിസി സ്ട്രാറ്റജിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ സ്വയം ശക്തിപ്പെടുകയാണ്. ലേസിസ് ഫയർ എന്ന് പറഞ്ഞ മറ്റ് രാജ്യങ്ങളിൽ ആഭ്യന്തര കാര്യങ്ങളിൽ കഴിയുന്നതും അമേരിക്ക ഇടപെടാൻ പോയിട്ടില്ല, പരസ്യമായിട്ട മനസ്സിലാകത്തക്ക രീതിയിൽ. പക്ഷേ ജപ്പാൻ കൊണ്ട് പേൾ ഹാർബറിൽ ബോംബിട്ട് കഴിഞ്ഞപ്പോൾ അമേരിക്ക ഇടപെടാൻ നിർബന്ധിതരായി. അന്ന് റോമലിനെ പോലുള്ള ജർമ്മൻ ജനറൽമാർ അല്ലെങ്കിൽ അതുപോലുള്ള പട്ടാള മേധാവികൾ പറഞ്ഞു, അമേരിക്കൻ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ അതിനെ മറികടക്കാൻ ലോകത്തൊരു രാജ്യത്തിനും പറ്റില്ല. അതിൻ്റെ ക്വാളിറ്റി ഇപ്പോൾ ടാങ്ക് ചൈനയ്ക്ക് 1000 ടാങ്ക് ഉണ്ടെന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് 100 ടാങ്ക് ഉണ്ടെന്ന് പറയുന്നത് തുല്യമാണ്. റഷ്യക്ക് ഇപ്പോൾ മിഗ് വിമാനം ഉണ്ടെന്ന് പറയുന്നത് റാഫേൽ ഉണ്ടെന്ന് പറയുന്നത് വ്യത്യാസമുണ്ട്. അമേരിക്കൻ ടെക്നോളജിയാണ് ഇവിടെ ഫ്രാൻസും മറ്റെല്ലാ രാജ്യങ്ങളും കടന്നുകൊണ്ടിരിക്കുന്നത്. റഷ്യക്ക് അതില്ല. അപ്പോൾ ഇവരുടെ ബാലിസ്റ്റിക് കൺട്രോൾ മിസൈൽ കൺട്രോൾ ട്രീറ്റിയിലൊക്കെ ഒപ്പുവെക്കുമ്പോൾ സ്ട്രാറ്റജിക് സാൾട്ട് എന്ന് പറഞ്ഞ എഗ്രിമെൻ്റ് ഉണ്ട്, സ്ട്രാറ്റജിക് ആംസ് ലിമിറ്റേഷൻ ടോക്ക്. അപ്പോൾ അതിൽ പോലും അമേരിക്കയ്ക്ക് 100 ടാങ്ക് അല്ല 500 ടാങ്ക് ഉള്ളപ്പോൾ റഷ്യക്ക് ആ എഗ്രിമെൻ്റ് പ്രകാരം പോലും റഷ്യക്ക് 1000 ടാങ്ക് നിർമ്മിക്കാനും സൂക്ഷിക്കാനും പറ്റും, പരസ്പരം കൈകാര്യം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അമേരിക്കൻ മെഷീനറി ഈസ് ഫാർ ഫാർ സുപ്പീരിയർ ടു അതർ മെഷീനറീസ്. അമേരിക്കയുടെ ഒരു ടാങ്ക് മതി മറ്റിടത്തെ 10 ടാങ്ക് തകർക്കാൻ. ഇവിടെ നമ്മൾ അത് ആ കണക്കൂടിൽ തെറ്റിയ ഒരു രാജ്യമുണ്ട്, പറയാമോ? അമേരിക്കൻ മിലിറ്ററി ഇപ്പോൾ മൈറ്റിന് തിരിച്ചടി കൊടുത്ത ഒരു രാജ്യങ്ങളിലൊന്നും ഇന്ത്യ എവിടെ അറിയാമോ എന്താ സംഭവം എന്ന്? 65-ലും അതിന് മുമ്പ് 71 അമേരിക്കൻ ആയുധങ്ങളായിരുന്നു പാകിസ്ഥാൻ്റെ മോഡേണൈസ്ഡ് ആയുധങ്ങൾ, ഡ്യൂപ്ലിക്കേറ്റ് അല്ല, പുതിയ ആയുധങ്ങൾ, പാറ്റൻ ടാങ്ക് ഉൾപ്പെടെയുള്ള സാബർ ജെറ്റ് വിമാനങ്ങൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങളായിരുന്നു പാകിസ്ഥാൻ്റെ കൈവശമുണ്ടായിരുന്നത്. പാകിസ്ഥാൻ ഇത് ഉപയോഗിക്കുന്ന രീതി ഇന്ത്യയുടെ കയ്യിലെ നാട്ട്, മിഗ് തുടങ്ങിയ താരതമ്യേന ഫലം കുറഞ്ഞ ആയുധങ്ങളാണ് ഉണ്ടായിരുന്നത്. പക്ഷേ തന്ത്രപരമായ ഉപയോഗത്തിലൂടെ ഇന്ത്യക്ക് പാകിസ്ഥാൻ്റെ ഈ ടാങ്ക് ശക്തിയെയും വ്യോമ മേധാവിത്വത്തെയും ഇല്ലാതാക്കാൻ പറ്റി. നാട്ടെന്ന് പറഞ്ഞാൽ തനി ഇന്ത്യൻ മേഡെന്ന് വേണേൽ പറയാം, അത്തരൊരു സാധനമായിരുന്നു. വന്നൊരു മുദ്രാവാക്യമുണ്ട്, പാറ്റൻ ടാങ്കുകൾ വീഴ്ത്താനായി, സാബർ ജെറ്റുകൾ വീഴ്ത്താനായി ഭാരത സേനയ്ക്ക് എന്തുണ്ട്, നെഞ്ചൂക്ക് എന്നൊരു തോക്കുണ്ടെന്നുള്ള മുദ്രാവാക്യം പിള്ളേരെ കണ്ടൊക്കെ ഒളിപ്പിച്ചാണെന്നാണ്. അപ്പം ആ സമയത്താണ് നമ്മൾ മനസ്സിലാക്കുന്നത് അമേരിക്കൻ ആയുധങ്ങളുടെ ശക്തി. ഇപ്പോൾ ഇസ്രായേൽ എങ്ങനെ ജയിച്ചു നിൽക്കുന്നത്? ആയുധങ്ങളുടെ എണ്ണം കൊണ്ടോ ആൾക്കാരുടെ എണ്ണം കൊണ്ടോ അല്ല, അവരുടെ ഉള്ളത് ഭയങ്കര ടു ദ ടാർഗറ്റ് ആയിരിക്കും. അവിടെ ഇപ്പം റഷ്യക്ക് 10,000 ഡ്രോൺ ഉണ്ട്, ഇസ്രായേലിന് 1000 ഡ്രോൺ ഉണ്ടെങ്കിൽ റഷ്യയുടെ ഈ 10,000 ഡ്രോൺ അടിച്ചു തീർക്കുകയും ചെയ്യും, 1000 ഡ്രോൺ ലക്ഷ്യത്തിൽ ചെല്ലുകയും ചെയ്യും. അപ്പം അങ്ങനെ ഒരു സാങ്കേതികമായ സയൻസിൻ്റെ ഡെവലപ്മെൻറ്റ് ഭയങ്കരം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അമേരിക്ക ബ്രിട്ടനെ കൂട്ടോ സ്പെയിനിനെ കൂട്ടോ അല്ലെങ്കിൽ ഈവൻ ജർമ്മനിയുടെ കൂട്ടോ പോലും കോളനി രാജ്യങ്ങളുണ്ടാക്കി അവിടെ ഭരിക്കാനായിട്ട് അമേരിക്ക നിന്നിട്ടില്ല. അമേരിക്കൻ ഗവർണർമാർ ഒരു രാജ്യത്തും പോയിട്ടില്ല. അല്ലെ ഒന്നാമത് ചെറിയ രാജ്യങ്ങൾ കാണാം. എന്നിട്ടും അമേരിക്കയ്ക്ക് എങ്ങനെ ലോകശക്തിയാകാൻ പറ്റിയെന്നുള്ള വലിയ ചോദ്യമുണ്ട്. ശക്തി എന്ന് പറഞ്ഞാൽ കോളനി ഉണ്ടാക്കുന്നതിനേക്കാൾ ഭയങ്കരമായൊരു സാധനവും ചെയ്തു, ആരും ശ്രദ്ധിച്ചില്ല. അത് ആദ്യം ഫസ്റ്റ് ആർമി പവറും എയർ പവറുമാണ് ഒന്ന്. ആർമിയുടെ ശക്തി, എയർ വിമാനങ്ങളുടെ ശക്തി. അമേരിക്കയുടെ പോളിസി മേക്കേഴ്സ് ആ കൂട്ടത്തിൽ ഒരെണ്ണം കൂടെ ആഡ് ചെയ്തു, നേവൽ പവർ. അത് മറ്റു രാജ്യങ്ങൾ അവഗണിച്ചൊരു മേഖലയായിരുന്നു. അമേരിക്കൻ നേവിയുടെ കപ്പലുകൾ ഇഷ്ടം പോലെ യുദ്ധക്കപ്പലുകൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ 1-ാം കപ്പൽപ്പട 2-ാം കപ്പൽപ്പട എന്നിങ്ങനെ വിന്യസിച്ചു. ഈ ഓരോ കപ്പൽപ്പടയും ആ ചുറ്റുവട്ടത്തുള്ള മുഴുവൻ രാജ്യങ്ങളെ തോൽപ്പിക്കാൻ കപ്പാസിറ്റിയുള്ള പവർ പറഞ്ഞു ചെന്ന വിമാനത്തിൽ പോയി അന്തർവാഹിനി വഴി എങ്ങനെ വേണം. ഇപ്പോൾ തന്നെ ഇറാനിൽ കിടക്കുന്ന അവരുടെ അബ്രഹാം ലിങ്കൺ ഏകദേശം 5000-ഓളം 6000-ഓളം സൈനികരുള്ള ഒരു വലിയ അങ്ങനെ എത്ര എണ്ണം ഉള്ളതെന്നറിയോ? വിമാനം നേരിട്ടിറക്കാൻ പറ്റുന്ന അല്ലാത്ത എല്ലാം ഉണ്ട്. അപ്പോൾ ഇബ്രാഹിം ലിങ്കൺ അവിടെ വിമാനം ഇറക്കാൻ പറ്റാത്തൊരു സ്റ്റേജായി എന്നാണ് പറയുന്നത്. എബ്രഹാം ലിങ്കൺ ഈ പറഞ്ഞ പോലെ അവിടെ മറ്റു പ്രശ്നങ്ങൾ നടക്കുന്നത്, അവിടെ ഭക്ഷണം കിട്ടാത്തതിന്റെ പ്രശ്നം. സാധാരണ ഇവരിങ്ങനെ പോകുമ്പോൾ 6 മാസത്തെ ഒരു കാലയളവിന് വേണ്ടിയിട്ട് പോകാറുള്ളത്. അത്യാവശ്യം ഫ്യൂവൽ പോലും തീരാനുള്ള അവസ്ഥയുണ്ട് അവിടെ. ഏകദേശം ഇറാന്റെ വിഷയത്തിൽ നോക്കുമ്പോൾ 9 മാസത്തോളം ഏകദേശം 290 ദിവസത്തോളമായി അവർ ഈ പറഞ്ഞ പോലെ അവിടെ കിടക്കുന്നു. അതിന്റെ ഒരു പ്രശ്നം അവരുടെ നേരിടുന്നത്. അതിന്റെ ഭാഗമായിട്ട് അമേരിക്കൻ മിലിറ്ററിയിൽ വരെ ഏകദേശം 7ഓളം ആൾക്കാർ അങ്ങോട്ട് പരസ്പരം കുത്തിയിട്ടും ചില ആൾക്കാർ ആത്മഹത്യ ചെയ്തിട്ടൊക്കെ മരിച്ചു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഇന്നലെ വന്നായിരുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം, ഏത് ആശയവും ആദർശവും മറ്റ് രാജ്യങ്ങളുമായി ബന്ധപ്പെടുന്ന സമയത്ത് അവർ പുല്ലുപോലെ കരുതും. ഇപ്പം ഇന്ത്യ പാകിസ്ഥാൻ 2 രാജ്യങ്ങളാണ്. പാകിസ്ഥാൻ തിയോക്രാറ്റിക് സ്റ്റേറ്റ് ആയിരുന്നു, പട്ടാള ഭരണം രണ്ടുമുണ്ട്, സ്വേച്ഛാധിപത്യമുണ്ട്. ഇന്ത്യ പൂർണ്ണമായിട്ടും ആ കാലഘട്ടത്തിലൊക്കെ ജനാധിപത്യ രാജ്യം തന്നെയായിരുന്നു, എന്ത് പറഞ്ഞാൽ പോലും. പക്ഷേ ഇന്ത്യയും പാകിസ്ഥാനായിട്ട് യുദ്ധം ഉണ്ടായപ്പോൾ അമേരിക്കയുടെ നിലപാടെന്താ?
പാകിസ്ഥാൻ്റെ കൂടെ നിന്നുള്ള ജനാധിപത്യത്തിൻ്റെ അപ്പോസ്റ്റലാണെന്ന് ഒരു വശത്തൂടെ പറയും. അമേരിക്കൻ ജനതയോട് പറയും നമ്മളില്ലെങ്കിൽ ലോകത്ത് ജനാധിപത്യം ഇല്ലെന്ന് പറയും. മറിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് ഏറ്റുമുട്ടലുണ്ടാകുമ്പോൾ, സ്വേച്ഛാധിപത്യമായ പട്ടാളഭരണം നടക്കുന്ന പാകിസ്ഥാനായിട്ട് ഏറ്റുമുട്ടുമ്പോൾ അമേരിക്ക ഡ്യൂപ്ലിസിറ്റി ചെയ്യും അവിടെ. അതായത് അമേരിക്കയുടെ താല്പര്യത്തിന് ആരാണോ പറ്റുന്നത് അത്രേ ഉള്ളൂ. അതിനകത്ത് ജനാധിപത്യമില്ല, മതേതരത്വമില്ല, ഒന്നുമില്ല. അമേരിക്കയുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക, അതിന് റഷ്യയെ വളയുക എന്നൊരു സമീപനം എടുത്തു. റഷ്യയുടെ ഒരു വശത്ത് ജപ്പാൻ സൈഡ്, മറുവശത്ത് ആസ്ട്രിയ തുടങ്ങിയ ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങൾ. റഷ്യ കിടക്കുന്ന നടുക്ക് കിടക്കുന്ന ഹാർട്ട്ലാൻഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഹാർട്ട്ലാൻഡിനെ വീഴ്ച കഴിഞ്ഞാൽ, നമ്മൾ അപ്പുറം ഇപ്പുറം വീഴ്ച കഴിഞ്ഞാൽ ഹാർട്ട്ലാൻഡ് നമ്മുടെ കൺട്രോളിലായിരിക്കും. അപ്പുറം ഇപ്പുറം ഇവരുടെ അമേരിക്കൻ ഫോഴ്സസാണ്. ഒരു പരിധി വിട്ട് റഷ്യക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, ഇവർ ഈ റൈസിങ് പവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ എപ്പോഴും ബൗണ്ടറീസിൻ്റെ അളവ് മാറുന്ന ഈ കപ്പൽപ്പടയാണ്. ഫിസിക്കലായിട്ടുള്ള മാറ്റമല്ല നടന്നത്. ഈ കപ്പൽപ്പട ഇവിടെ നിന്ന് മാറ്റി ഇന്ത്യൻ ഓഷ്യനിൽ നിന്ന് മാറ്റി അറേബ്യൻ സീയിലേക്ക് മാറ്റിയ ചരിത്രം വേറെയാണ്. അവൻ്റെ ആ കപ്പൽപ്പടയുടെ നിയന്ത്രണത്തിൽ വരുന്ന രാജ്യങ്ങൾ അനേകമാണ്. ഇങ്ങനെയാണ് അമേരിക്ക ലോക രാജ്യങ്ങളിൽ ശക്തിയായിട്ട് നിൽക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, അത് ഇവിടെ മോഡിയാണ് കണ്ടുപഠിക്കണം. ആരെല്ലാം എന്തെല്ലാം നമ്മൾ അമേരിക്കയെ കുറ്റം പറയുമ്പോഴും വിവിധ മതക്കാർക്ക് അവിടെ സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള മതസ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. പള്ളിയുണ്ട്, അമ്പലമുണ്ട്, ഗുരുദ്വാരയുണ്ട്, മസ്ജിദുണ്ട്, എല്ലാം ഉണ്ട്. എന്തിന് ആ ടവർ സൗദി അറേബ്യയിൽ നിന്നുള്ള 2 പേര് ഉസാമ ബിൻ ലാദൻ്റെ ഏജൻറ്റുമാർ അവിടെ പോയി അമേരിക്കയിലെ ടവർ ഹെലികോപ്റ്റർ പിടിച്ചെടുത്ത വിമാനം ഉപയോഗിച്ച് ഇടിച്ചു തീർക്കുമ്പോൾ ഒരാഴ്ചത്തേക്കൊക്കെ മുസ്ലിംസിന് റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെയും അമേരിക്ക മുസ്ലിം ജനവിഭാഗത്തിന് വിസ കൊടുക്കാൻ തുടങ്ങി. നമ്മളാണ് കൊടുക്കുകയില്ല. ഇവിടെയാണ് എനിക്ക് ഭയങ്കര ബഹളമായിരിക്കും. പിന്നെ ഇന്ത്യ RSS തന്നെ ഇപ്പോൾ ഒരു പുതിയ സേന വന്നിട്ടുണ്ട്, ശ്രീരാമസേന. ഇവന്മാരൊക്കെ വഴി കിടന്ന് തുള്ളാൻ തുടങ്ങും. പക്ഷേ അമേരിക്ക കണ്ടുപിടിക്കണം. മോഡി പറയുന്ന അമേരിക്ക എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ആണോ? ആലോചിച്ച് നോക്ക്. അമേരിക്കയുടെ ഒത്തിരി നല്ല വശങ്ങളുണ്ട്, ജനാധിപത്യമായിട്ട് ബന്ധപ്പെട്ട നല്ല വശങ്ങളുണ്ട്. പിന്നെ ആത്യന്തികമായിട്ട് മുതലാളിത്തവും കമ്മ്യൂണിസമായിട്ടുള്ള വേർതിരിവ് ഉണ്ടാക്കാൻ ആർക്ക് പറ്റി? അമേരിക്കയ്ക്ക് പറ്റി. കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ പൊതുമേഖലയുടെ പുറകെ പോയി ക്വാളിറ്റി നശിപ്പിച്ചു. ഈ ചൈന അതിൽ നിന്ന് രക്ഷപ്പെട്ടു. സ്വകാര്യവൽക്കരണത്തിലേക്ക് വന്നപ്പോഴാണ് ചൈനയുടെ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകുന്നത്. റഷ്യയുടെ ഒരു പരിധിവരെ റഷ്യ കുറേ നാളുകൂടി അങ്ങനെ പിടിച്ചിരുന്നു. അതിൻ്റെ ഇപ്പോൾ ക്യൂബയൊക്കെ ഒന്നുമല്ല, വെനിസ്വലയൊന്നുമല്ല. ക്യൂബയുടെയൊക്കെ ദാരിദ്ര്യത്തിൻ്റെ പക്ക ദാരിദ്ര്യം. ആരെങ്കിലും പിച്ചക്കാശ് കൊടുത്താൽ ക്യൂബയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ആ രീതിയിലേക്ക് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളെ മാറ്റിയെടുത്തതോടുകൂടി അമേരിക്കൻ സുപ്രീമസി വീണ്ടും പറയുകയാണ്. പിന്നെ ഒരു കാര്യം, രണ്ടാമത്തെ ഏറ്റവും അവസാനം പറയുന്ന കാര്യം, ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും അമേരിക്കൻ പ്രസിഡന്റ് നാളെ എന്തെല്ലാം ചെയ്തു എന്ന് പറഞ്ഞാൽ അയാൾക്കെതിരായി അമേരിക്കൻ ഇൻട്രോഷൻ തിരിയും. പക്ഷേ അമേരിക്കയ്ക്ക് ഒരു ചലഞ്ച് ഉണ്ടാകുമ്പോൾ, അമേരിക്ക ആരെങ്കിലും അമേരിക്കയുടെ മേധാവിത്വത്തെ ഏതെങ്കിലും രാജ്യമോ സമൂഹമോ വെല്ലുവിളിക്കുമ്പോൾ അമേരിക്കൻ ജനതയുടെ സ്വഭാവം മാറും. അമേരിക്കൻ അവിടുത്തെ ഏത് വ്യവസായ സ്ഥാപനവും ഈ ആയുധ നിർമ്മാണശാലയ്ക്ക് മാറ്റത്തക്ക രീതിയിലാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മിനിറ്റ് വെച്ച് അമേരിക്ക ടാങ്കുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന എണ്ണം കണ്ട് ജർമ്മൻ ജനറൽമാരും ഞെട്ടിപ്പോയി. അതുപോലെ ഇറങ്ങി വരുന്നത്. അപ്പോൾ അത്രയും വ്യാവസായികമായി കാഴ്ചപ്പാടോടെയാണ് അമേരിക്ക ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ കൂടെ നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ്, എന്തുകൊണ്ടാണ് മറ്റൊരു രാജ്യങ്ങളും നാറ്റോ രാജ്യങ്ങൾ ആക്രമിക്കാത്തത് എന്നുള്ളൊരു സാധനം. നമ്മൾ പലപ്പോഴും പല ഇപ്പോൾ ഈവൻ സൗദി അറേബ്യ പോലും അണുവായുധം ഉണ്ടാക്കണം എന്നുള്ളൊരു വാശി പിടിച്ചായിരുന്നു നിൽക്കുന്നു, അമേരിക്ക സഹായിക്കാം എന്ന് പറയുന്നു. അപ്പം എന്തുകൊണ്ടാണ് നാറ്റോയിൽ ഒരു രാജ്യങ്ങളും ഇത് ആവശ്യപ്പെടാത്തതെന്ന് സാർ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നാറ്റോ എന്താ ആവശ്യപ്പെടാത്തത്? അണുവായുധം അവർക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കണം എന്നുള്ള. ഇപ്പം നാറ്റോയുടെ രാജ്യങ്ങൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഈ പറഞ്ഞ പോലെ കുറച്ച് രാജ്യങ്ങൾ ഒഴികെ അപ്പോൾ ഈ രാജ്യങ്ങളിൽ കുറച്ച് അമേരിക്ക ഉണ്ട്, അതിൽ ബാക്കി ഒരുപാട് രാജ്യങ്ങളുണ്ട്. ഏകദേശം 30 രാജ്യങ്ങളിലുള്ള ഒരു കൂട്ടായ്മയാണ് നാറ്റോ എന്ന് പറയുന്നത്. പക്ഷെ അതിൽ ബാക്കി രാജ്യങ്ങൾ എന്തുകൊണ്ടാണ് അണുവായുധം വേണ്ട അല്ലെങ്കിൽ അവർ വേണം എന്നുള്ള സാധനവുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രൊട്ടക്ഷൻ ഗ്യാരണ്ടി ചെയ്തിരിക്കുന്നത് അമേരിക്കയാണ്. സാങ്കല്പികമായിട്ട് എന്നാൽ പോലും അമേരിക്ക അവിടെ എത്തും. അവർക്കൊരാവശ്യം വന്നാൽ ഞാൻ പറയട്ടെ, ഇതിൽ സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയുടെ കയ്യിൽ അണുവായുധം ഉണ്ടെങ്കിൽ ഈ പറയപ്പെട്ട എല്ലാ നാറ്റോ രാജ്യങ്ങളിലും ഈ സാധനം ഉണ്ട് എന്നാണ് ഇതിൻ്റെ സത്യാവസ്ഥ. അവിടെ താവളങ്ങളുണ്ട്. അവിടെ അവർ കൊണ്ടുപോയിട്ട് ആ ഒരു ബേസ് അത്ര കിലോമീറ്റർ ചുറ്റുപാടിൽ അവിടുത്തെ ഒരു ആർമിക്കോ ആർക്കും കടക്കാൻ പാടില്ല. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം അമേരിക്കൻ ആർമിക്കാണ്. കൺട്രോൾ ചെയ്യും. അതെ. അപ്പോൾ ഇത്തരത്തിൽ റഷ്യയുടെ അടുത്ത് വരെ നമുക്കറിയാം പല നാറ്റോ രാജ്യങ്ങളും ഈ അതിർത്തി പങ്കിടുന്നത് റഷ്യയുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ റഷ്യയുടെ അടുത്ത് വരെ അണുവായുധം അമേരിക്ക എത്തിച്ചു എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പോൾ പണ്ട് ഈ പറഞ്ഞ പോലെ
ക്യൂബയിൽ മിസൈൽ ക്രൈസിസ് കെന്നഡിയുടെ കാലത്ത് ജോൺ ഓഫ് കെന്നഡിയുടെ കാലത്ത് ഈ പറഞ്ഞ പോലെ ഒരു നേരിട്ടൊരു യുദ്ധം പോലെ സാഹചര്യം ഉണ്ടായിരുന്നു. നേരിട്ട് ക്യൂബയിലോട്ട് അണുവായുധം എത്തിക്കുന്നു. ഏറ്റവും അവസാനം പിന്നെ അത് ചർച്ച ചെയ്ത് അത് പരിഹരിക്കുന്നു. രണ്ട് രാജ്യങ്ങൾ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പിൻവലിക്കാം എന്നുള്ള വാക്കിൻ്റെ ബലത്തിലാണ് പിന്നീട് ആ സാധനം പോയത്. ഇപ്പോൾ വീണ്ടും ഇങ്ങോട്ട് യുക്രൈനും അത് ഈ പ്രശ്നം ഉണ്ടാവാനുള്ള കാരണം ഇത് തന്നെയാണ്. കാരണം നാറ്റോയിൽ ഒട്ടുമിക്ക രാജ്യങ്ങൾ അണുവായുധം അമേരിക്ക എത്തിച്ചു കഴിഞ്ഞു. അതിൻ്റെ കൺട്രോൾ ഇരിക്കുന്നത് അമേരിക്കയുടെ കയ്യിലാണെന്നേ ഉള്ളൂ. സിമിലർലി ഈ പറഞ്ഞ പോലെ യുക്രൈനെ കൂടി കിട്ടിക്കഴിഞ്ഞാൽ അമേരിക്കയുടെ മൂക്കിൻ്റെ തലപ്പത്താണ് പിന്നെ യുക്രൈൻ ഇരിക്കുന്നത്. സ്വാഭാവികമായിട്ടും റഷ്യ ആക്രമിക്കാൻ ഒരുപാട് ടൈമൊന്നും പിന്നീട് അമേരിക്കയ്ക്ക് വേണ്ട ആവശ്യമില്ല. കാരണം യുക്രൈൻ എന്ന് പറഞ്ഞ രാജ്യം അമേരിക്കയുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ടും യുക്രൈൻ സെലൻസ്കി എന്ന് പറയുന്ന നേതാവ് ഒരു പേരിന് മാത്രമായിരിക്കും. അതിൻ്റെ മൊത്തം കൺട്രോളും അമേരിക്കയുടെ കയ്യിലായിരിക്കും എന്നുള്ളതാണ് സത്യാവസ്ഥ. അല്ല, അമേരിക്കയുടെ കയ്യിൽ കൺട്രോൾ ആയിരിക്കുന്നു മാത്രമല്ല, അമേരിക്കയുടെ കൺട്രോളൊന്നും അമേരിക്ക അങ്ങനെ ഒരു രാജ്യത്തെ നിയന്ത്രിക്കാൻ പറ്റില്ല. ഇന്ത്യ വന്നിട്ട് അവരുടെ ഉദ്യോഗസ്ഥന്മാർ വേണം, ഞങ്ങൾക്ക് ഓഫീസ് വേണമെന്നും പറഞ്ഞ് അങ്ങനെയല്ല. അവരുടെ വ്യാവസായിക താല്പര്യം പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള മാർഗ്ഗം സ്വീകരിക്കും. ഇപ്പോൾ താരിഫ്, ഇന്ത്യക്കെതിരായിട്ട് താരിഫ് എടുത്തിരിക്കുക. കാരണം നമ്മളെ പേടിപ്പിക്കാനായിട്ടാണ്. അതേസമയം പാകിസ്ഥാൻ എല്ലാ കൺസെഷൻ കൊടുക്കുക. ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അമേരിക്കയുടെ അതിൻ്റെ പേര് പോലും നോക്കണം, ഇസ്ലാമിക് നേറ്റോ. പുതിയ പാകിസ്ഥാനും തുർക്കിയും അല്ല വേറെ രാജ്യം ചൈനയല്ല, 3 രാജ്യങ്ങൾ ഇരുന്നുള്ള മുന്നണി ഉണ്ടാക്കിയിട്ടില്ല. തുർക്കി, സൗദി അറേബ്യ, പാകിസ്ഥാൻ. തുർക്കി, സൗദി അറേബ്യ, പാകിസ്ഥാൻ. ഇസ്ലാമിക് നാറ്റോ എന്നാണ് പറയുന്നത്. ഇനി നാറ്റോയുടെ കഥയിലേക്ക് വന്നാൽ ഒരു പർട്ടിക്കുലർ പീരീഡിൽ ബ്രിട്ടനിലൊക്കെ ഭയങ്കര ലിബറൽ പാർട്ടിയൊക്കെ വന്നു കഴിഞ്ഞ് സ്ട്രോങ് ആയി കഴിഞ്ഞപ്പം ഒരു ഡിമാൻഡ് വെച്ചു, നമുക്ക് നാറ്റോയിൽ നിന്നൊക്കെ മാറാം, സ്വതന്ത്രമായി നിൽക്കാം, ഫോറിൻ പോളിസി സ്വതന്ത്രമായിട്ട് എടുക്കാം എന്ന് ഒരു ഡിമാൻഡ് വെച്ച് കഴിഞ്ഞപ്പം കിസിഞ്ചറായിരുന്നു അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി. അദ്ദേഹം പറഞ്ഞു, നിങ്ങളായിക്കും സ്വാതന്ത്ര്യത്തോടെ പൊക്കോ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത്രയും കാലം സെക്കൻഡ് വേൾഡ് വാറിൻ്റെ അവസാനം തൊട്ട് 45 തൊട്ട് ഇത്രയും കാലം നിങ്ങളുടെ സെക്യൂരിറ്റിക്ക് വേണ്ടി ഞങ്ങളുടെ അമേരിക്കൻ ജനത കൊടുത്ത പണത്തിൻ്റെ കുറച്ച് ഭാഗമെങ്കിലും തിരിച്ചിങ്ങോട്ട് തരണം. എന്ത് ചെയ്യും? ജപ്പാൻ്റെ മുഴുവൻ ചിലവും വഹിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അമേരിക്ക പറഞ്ഞിട്ട് നീ ആയുധം ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞിട്ടായി. എന്നാൽ പോലും ജപ്പാൻ്റെ പ്രൊട്ടക്ഷൻ മുഴുവൻ അമേരിക്കയ്ക്കാണ്. ജപ്പാൻ സാമ്പത്തികമായിട്ട് അമേരിക്ക ഒരു ഇടക്കാലത്ത് പറയായിരുന്നു, നോട്ട് ഡോളർ ബട്ട് ജപ്പാൻ ഇസ് യെൻ റൂൾസ് ദ വേൾഡ്. അത്രയ്ക്ക് അമേരിക്കൻ ഡോളറിനേക്കാൾ 10 ഇരട്ടി ശക്തി വന്നായിരുന്നു കറൻസി എന്നുള്ള നിലയിൽ ജപ്പാൻ എന്നിന്. പക്ഷേ അപ്പോഴും അമേരിക്കയുടെ കണ്ടീഷൻ, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ മുടക്കിയ ജപ്പാന് പട്ടാള ചിലവില്ല, ആ കാശ് മുഴുവൻ ഡെവലപ്മെൻറ്റിന് മുടക്കുക. അതങ്ങനെ ജപ്പാന് വളരാൻ പറ്റിയ ജപ്പാൻ വളർന്നതിൻ്റെ ഒരു കാര്യം. ഇത് അമേരിക്ക എന്തുകൊണ്ട് നിൽക്കുന്നു എന്ന് ഇപ്പോഴും കരുത്തോടെ നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ, അമേരിക്ക വെറുപ്പോടെ ഒരു രാജ്യത്തോടെയും നോക്കിയിട്ടില്ല. ഏത് രാജ്യമായി ഏത് സമയത്ത് അഡ്ജസ്റ്റ്മെൻറ്റിന് അമേരിക്ക തയ്യാറാണ്. ഏത് രാജ്യമായി ഏത് ഫിലോസഫിയുള്ള രാജ്യമായിട്ട് അമേരിക്ക തയ്യാറാണ്. പെർമനന്റ് ശത്രു അമേരിക്ക ഇല്ല. അത് ഇങ്ങനെ അവസാനം പറഞ്ഞു നിർത്തി നമുക്ക് അവസാനിപ്പിക്കാം. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി അമേരിക്ക ഗ്രേറ്റ് ആക്കുക. സാമ്പത്തികമായി ഗ്രേറ്റ് ആക്കുക, ബാക്കിയെല്ലാം വഴിയെ വന്നോളും എന്നാർക്കറിയാം? അമേരിക്ക.